ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സിമ്പിളായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷുമായിട്ടാണ്. ഇതെന്ന് പറഞ്ഞാൽ ബോളിലാണ്. ബോളെന്ന് പറയുമ്പോൾ ഇത് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ വന്നപ്പോൾ തൊട്ട് ആർക്കെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് ബോളായിരുന്നു എന്ന് പറയുമ്പം കൊല്ലംകാരൊഴിച്ച് വേറെ ഏത് ജില്ലക്കാരായാലും ചോദിക്കും എന്തുവാ ബോള് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഒന്നുമില്ല, സിമ്പിളാണ്. നമ്മുടെ ഗോതമ്പ് പൊടി വെച്ച് ഉണ്ടാക്കുന്നതാണ്. മാത്രമല്ല ഇത് ചില സ്ഥലത്ത് അരിപ്പൊടി വെച്ച് ചെയ്യുമ്പോൾ ഇതിന് ഒറോട്ടി എന്നൊക്കെ പറയും കേട്ടോ. ഞങ്ങൾ ഗോതമ്പാവ് വെച്ച് ചെയ്യുക. ഇത് സിമ്പിളാണ്. പ്രത്യേകിച്ച് വെള്ളം ചൂടാക്കണ്ട, ഒന്നും ചെയ്യേണ്ട. സാധാ വെള്ളത്തിൽ കുഴയ്ക്കാൻ പറ്റും. അപ്പം ഒരു കപ്പ് വെള്ളം എടുക്കുകയാണെങ്കിൽ അതിൽ ഇത്തിരി ആവശ്യത്തിന് ഉപ്പിടുക. 2 കപ്പ് മാവ്. ഇതിപ്പോൾ ഞാൻ 4 ഒറോട്ടി ബോൾ ചെയ്യാനായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് 2 കപ്പ് മാവിനെടുത്തേക്ക് ഒരുമിച്ചിട്ട് കുഴയ്ക്കുവാണ്. നല്ല ലൂസ് പരുവത്തിന് കിട്ടണം. ഒരുപാട് ടൈറ്റ്, ചപ്പാത്തിക്കൊന്നും കുഴയ്ക്കുന്ന പോലെ ടൈറ്റ് ആവാനേ പാടില്ല. നല്ല ലൂസായിരിക്കണം, എന്നാലേ നമുക്ക് പെട്ടെന്ന് പരത്താൻ പറ്റത്തുള്ളൂ. ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ വെള്ളത്തിൽ തന്നെ ഇടുന്നുണ്ട്. നല്ല ഈ ഒരു പരുവം. എന്നിട്ട് ഞാനിപ്പോൾ 4 എണ്ണം ചെയ്യാനുള്ളതാണ്. 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതേ ഉള്ളൂ. ഇത് എങ്ങനെ വേണമെങ്കിലും ചൂടാം കേട്ടോ. നമ്മുടെ സൺഫ്ലവർ ഓയിലിൽ ചൂടാം, വെളിച്ചെണ്ണയിൽ ചൂടാം. അത് നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച്. ഞാനിപ്പോൾ എല്ലാ ടൈപ്പിലും ചെയ്ത് കാണിക്കാം. 4 വെറൈറ്റിയാണ്. ആദ്യം നമ്മുടെ തവ ചൂടാകുമ്പോഴത്തേക്ക് അതിലേക്ക് ഒരു പോർഷൻ മാവെടുത്ത് കുറച്ച് ഏത്തയ്ക്ക, ഒരു അര ഏത്തയ്ക്ക, വലിയൊരു ഏത്തയ്ക്കയാണെങ്കിൽ അതിൻ്റെ അരഭാഗം കുഞ്ഞതായിട്ട് അരിഞ്ഞത്, പിന്നെ മധുരത്തിന് ശർക്കര ഇട്ട്, ശർക്കര ഇല്ലെങ്കിൽ പഞ്ചസാര ഇട്ടാലും കുഴപ്പമില്ല. ശർക്കരയ്ക്ക് അതിൻ്റേതായ രുചിയുണ്ട്. ശർക്കര ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നേ ഉള്ളൂ, ഒരുപാട് തീ കൂട്ടിയിടരുത്. തീ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഇത് അടിയിൽ പിടിക്കും. പിന്നെ ഇത് ഡയറക്റ്റ് നമ്മൾ കല്ലിൽ കൊണ്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ചിലർക്കൊരു പേടി കാണും, കൈ പൊള്ളുകയോ ഇല്ലേ അങ്ങനെ ഉണ്ടെങ്കിൽ. അങ്ങനെയൊന്നും പൊള്ളത്തൊന്നുമില്ല, സിമ്പിളാണ്. 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ മാവ് എടുത്തിടുന്നു. എന്നിട്ട് ഇത് പരത്താൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ കൈ ഒന്ന് വെള്ളത്തിൽ മുക്കണം. അതിനാണ് ഞാൻ ആ മഗ്ഗിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് പരത്താൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ആ മഗ്ഗ് കയ്യിൽ മുക്കി നമുക്ക് ഇത് നല്ലപോലെ മഗ്ഗിലെ വെള്ളത്തിൽ മുക്കി നമുക്ക് നല്ലപോലെ പരത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ചെയ്യുമ്പം നമ്മളിതിനകത്ത് ഇത്തിരി നെയ്യൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രുചിയായിരിക്കും. നല്ല രുചിയും നല്ല മണവുമായിരിക്കും. ഇതൊന്ന് മൊരിഞ്ഞ് വരട്ടെ. മൊരിഞ്ഞ് വരുമ്പോൾ നമ്മൾ തിരിച്ചിട്ടിട്ട് അടുത്ത സൈഡ് വേവിക്കണം. 2 സൈഡ് ഒരുപാട് തീ കൂട്ടിയിടണ്ട, മീഡിയം തീയിലിട്ട് കഴിഞ്ഞാൽ ഉള്ളിൽ നല്ലപോലെ വെന്ത് കിട്ടും. നമ്മൾ നല്ല സോഫ്റ്റായിട്ട് പരത്തുന്നതുകൊണ്ട് നല്ല ബോൾ വെന്ത് വരുമ്പോഴും നല്ല സോഫ്റ്റായിരിക്കും. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഇത്തിരി തേങ്ങയും ശർക്കരയും കൂടെ ഇട്ട് മിക്സ് ചെയ്യുവാണേ. അടുത്ത ബോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് 4 മണി പലഹാരമായിട്ട് ചെയ്യാം. പെട്ടെന്ന് ആരെങ്കിലും വരികയാണെങ്കിൽ, നമുക്ക് പെട്ടെന്ന് ഗസ്റ്റ് വരികയാണെങ്കിൽ ഫുഡ് കൊടുക്കാനായിട്ട് ഇത് ചെയ്ത് കൊടുക്കാം. പെട്ടെന്നാവും, അതാണ് ഇതിൻ്റെ ഒരു ഗുണം. ചപ്പാത്തിയൊക്കെ ആണെങ്കിൽ പരത്തി സമയമൊക്കെ പോത്തില്ലേ, അങ്ങനെയൊന്നുമില്ല, പെട്ടെന്നാവും. ചപ്പാത്തി ആയാലും പൂരി മസാലയ്ക്ക് പൂരി ആയാലും കുറച്ച് സമയം എടുക്കും. ഇതങ്ങനെയൊന്നുമില്ല. ദോശമാവൊക്കെ ആണെങ്കിൽ നമ്മൾ അരച്ച് നേരത്തെ വെച്ച് വെയിറ്റ് ചെയ്യണം. ഇതങ്ങനെ ഒന്നും വേണ്ട. ഇപ്പം ചെയ്യണമെങ്കിൽ ഒരു 5 മിനിറ്റിന് സമയമുള്ളൂ. ഇപ്പം തന്നെ കുഴച്ച് ഇപ്പം തന്നെ ചെയ്ത് നോക്കാം. ഇത് ഇനി അടുത്ത ബോളാണേ. ഇതിൻ്റെ അകത്ത് ഇത്തിരി പച്ചമുളക്, സവാള, കറിവേപ്പില, പിന്നെ വേണമെങ്കിൽ ഒരു ലേശം ഉപ്പും കൂടെ അധികം വേണമെങ്കിൽ അതിടാം. കല്ലിൽ പരത്തി ചുട്ടെടുക്കാം. ഇതിന് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചാൽ അത്രയും നല്ലതായിരിക്കും. നല്ല വെളിച്ചെണ്ണയിൽ ചുട്ടെടുക്കുന്ന ഇത് നല്ല ടേസ്റ്റ്. സൺഫ്ലവർ ആയാലും കുഴപ്പമൊന്നുമില്ല. പരത്താൻ നല്ല തിന്നായിട്ട് നമുക്ക് പരത്തിയെടുക്കാം. വെള്ളത്തിലൊന്ന് തൊട്ടെടുത്താൽ മതി. വരുമ്പോൾ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചുള്ള നല്ല മണം കേട്ടോ.
അടുത്തത് ഇനി പ്ലെയിനായിട്ട്. ഈ പ്ലെയിനായിട്ടുള്ള ബോളിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ചപ്പാത്തിയും കറിയൊക്കെ ഉണ്ടാക്കത്തില്ലേ രാത്രിയിൽ. ചപ്പാത്തി പരത്താനുള്ള മടിയുള്ളവർക്ക് ഇങ്ങനെ ബോളാക്കി എടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ പ്ലെയിനായിട്ടുള്ള ബോള് കറിയും കൂടെ കൂട്ടി കഴിക്കാം. മീൻകറി ആണെങ്കിൽ മീൻകറിയായിട്ട് കഴിക്കുന്നവർക്ക് മീൻകറിയായിട്ട് കഴിക്കാം. അല്ല ദാലിൻ്റെ കറിയോ അങ്ങനെ എന്തെങ്കിലും കറിയുടെ കൂടെ നമുക്ക് പ്ലെയിനായിട്ടുള്ള ബോൾ കഴിക്കാം. ഇല്ല കറി ഇല്ലെങ്കിലും പഞ്ചസാര കൂട്ടി വേണമെങ്കിലും കഴിക്കാൻ പറ്റും. തേങ്ങ തരുവാൻ മടിയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇനി ഇത്തിരി ഉള്ളി അരിയാൻ വയ്യ എങ്കിൽ പ്ലെയിനായിട്ട് ബോൾ എടുക്കുക, പഞ്ചസാര കൂട്ടി കഴിക്കാം. ഞാൻ മിക്കവാറും സ്ഥിരം എടുക്കുന്ന ഡിഷെന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ നല്ല എളുപ്പമാണ്, പണി പെട്ടെന്ന് കഴിയും. ഞാനിപ്പോൾ 4 എണ്ണം ചുട്ടു. 4 എണ്ണം ചൂടാൻ എനിക്ക് ആകപ്പാടായ സമയം 10 മിനിറ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ട്രൈ ചെയ്ത് നോക്കുകയും വേണം. ഇത് എല്ലാവരുടെയും വീട്ടിലുള്ള സാധനങ്ങളുമാണ്, അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. ഏത്തക്കയൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇത്തിരി പഴുത്ത ഏത്തക്കയാണെങ്കിൽ ഒന്ന് ഉടച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ബൈ, അടുത്ത ഡിഷുമായി വരുന്നത് വരെ ബൈ.